ട്രിവാൻഡ്രത്തെ സംസം റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അവരുടെ നന്ദൻകോട്ടിലുള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് ഞാൻ ഒരിക്കൽ ഷവായി മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ലോണം ഇഷ്ടമായത് കാരണം ഇവരുടെ പാളയത്തെ ഔട്ട്ലെറ്റില്ലേ അവിടെ പോയപ്പോഴത്തേനും ഞാൻ ആദ്യം തന്നെ മന്തി തന്നെ ഓർഡർ ചെയ്തേ. ഷവായി മന്തി ആയിരുന്നു വീണ്ടും ഞാൻ ഓർഡർ ചെയ്തത്. കൂട്ടത്തിൽ ഞാനൊരു അൽഫാമും കൂടെ മേടിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിട്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. ഈ അൽഫാം ഓർഡർ ചെയ്തതിന് എനിക്കൊരു ദുരുദ്ദേശം കൂടെ ഉണ്ടായിരുന്നേ. ഇതിൻ്റെ കൂടെ കുബൂസും മയനൈസും കിട്ടുമല്ലോ, അതെൻ്റെ ഒരു കംഫർട്ട് ഫുഡ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. എനിക്ക് ക്രേവിങ് തോന്നാറുണ്ട് ഈ കുബൂസും മയനൈസും ആ ഒരു കോംബോ കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ പൊതുവെ അൽഫാം കഴിക്കുമ്പോഴേ ലെഗ് പീസാണ് ഇഷ്ടം. എനിക്കറിയാം ഒത്തിരി ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, എല്ലാവർക്കും ചെസ് പീസ് ആയിരിക്കുമല്ലോ ഇഷ്ടം. എനിക്ക് എന്തോ എൻ്റെ ഭാഗ്യക്കേടാന്ന് പറയും, എനിക്ക് ചെസ് പീസാണ് കേട്ടോ കിട്ടിയത്. കൂടുതൽ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല. ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അൽഫാമിലെ ചെസ് പീസൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ അങ്ങനെ അധികം ഇത് നോക്കാത്തത് കാരണം വലിയ താല്പര്യമില്ല കഴിക്കാൻ. പക്ഷേ ഒരു ടേസ്റ്റിയോടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഞാൻ ഇപ്പോൾ അധികം അങ്ങോട്ട് പുറത്തൊന്നും കഴിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് തോന്നിയത്. പൊതുവെ എനിക്ക് ചെസ് പീസ് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചെസ് പീസ് എപ്പോഴും ഡ്രൈ ആയിരിക്കുമല്ലോ, അത് കാരണം എനിക്ക് ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. എന്നാലും പിന്നെ മന്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ നന്ദൻകോട് വെച്ച് കഴിച്ചപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഹെവൻലി ഫീലൊക്കെ തോന്നിയായിരുന്നു. എസ്പെഷ്യലി ഇവിടെ കിട്ടുന്ന മറ്റേ ഡേറ്റ്സിൻ്റെ ഒരു ചട്നി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോംബോയും പിന്നെ അവരുടെ ഒരു തക്കാളി ചട്നിയും ആ മയനൈസും കൂടെ, അത് മൂന്ന് മാത്രം മതിയായിരുന്നു എനിക്ക് റൈസ് കഴിക്കാനായിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് മടുക്കുന്നതാണൊക്കെ തോന്നി. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്നായിരുന്നു. അവൾക്കും ഇതേ സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. മുമ്പ് കഴിച്ചപ്പോഴൊന്നും അവളും പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ ഒരു മടുപ്പ് തോന്നിയില്ലെന്ന്. എനിക്ക് എന്താ അറിയത്തില്ല, മേ ബി ഞങ്ങൾ പോയതിൻ്റെ ദിവസത്തെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നെഗറ്റീവ് പറയാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിച്ച് തുടങ്ങിയ സമയത്ത് കുഴപ്പമില്ല എന്നിട്ട് ഒരു കാൽഭാഗമൊക്കെ എപ്പോഴത്തേനും ഞങ്ങൾക്ക് പിന്നെ കഴിക്കാൻ ഒരു മടുപ്പൊക്കെ കണക്ക് തോന്നി. ഞങ്ങൾ പിന്നെ അത് ഫിനിഷ് ചെയ്തതുമില്ല, ഫുള്ള് കഴിക്കാനും പറ്റി. പിന്നെ ഇവിടുത്തെ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്നത് ഒരു സെക്യൂരിറ്റി നമ്മുടെ കീ മേടിച്ച് പുള്ളി തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് പകരം നമുക്കൊരു ടോക്കൺ നമ്പർ തന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേനും നമ്മുടെ കാർ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഈസി ആയിരുന്നു.